കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനങ്ങളും പ്രകാശിപ്പിക്കുന്നു. വാക്ക് വാർത്തി ഓഫ് ദ കോളിംഗ്, വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവിൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന സബ് ടൈറ്റിലാണ് നമ്മൾ ദൈവവചനം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം കർത്താവായ യേശു ക്രിസ്തു പേർ ചൊല്ലി വിളിച്ച ചില വ്യക്തികളെ പഴയ പുതിയ നിയമങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ യേശു കർത്താവ് പേർ ചൊല്ലി വിളിച്ച ഒരു വ്യക്തിയെ, ആ കോണ്ടെക്സ്റ്റിനെ നമ്മളൊന്ന്, ആ സാഹചര്യത്തെ നമ്മളൊന്ന് ഇന്ന് ധ്യാന വിഷയമായി എടുക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് പേർ ചൊല്ലി വിളിക്കുന്ന രംഗം നമുക്ക് കാണാം. ഇങ്ങനെ നമ്മൾ കാണുന്നു: യേശു അവളോട് മറിയയെ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മറിയയെ. യേശു മുൻപ് പലപ്പോഴും മറിയെ എന്നുള്ള പേര് വിളിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന മറിയയെ മാത്രമല്ല, കർത്താവ് അല്ലാതെയും ബൈബിളിൽ പുതിയ നിയമത്തിൽ പല മറിയമാരെ നമുക്ക് കാണാം. മറിയയെ വിളിച്ചിരിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ഇവിടെ യേശു വിളിക്കുന്ന മഗ്ദലക്കാരത്തി മറിയ, കർത്താവ് 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയ എന്നാണ് നമുക്ക് ഈ മറിയയെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്. അവൾ ഒരിക്കൽ പൈശാചിക ബന്ധനത്തിൽ അടിമയായിരുന്നു. എന്നാൽ യേശു അവളെ സൗഖ്യമാക്കി. ആ ഡിസ്ക്രിപ്ഷൻ, ആ സംഭവം വിശദമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. യേശു ചെയ്ത നിരവധി അത്ഭുതങ്ങൾ ഉണ്ട് എന്ന് യോഹന്നാന്റെ സുവിശേഷം നമുക്ക് കാണാം. എഴുതിയാൽ പുസ്തകം ഒതുങ്ങുകയില്ല എന്ന് താൻ വിചാരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അതുപോലെ വിവരിച്ചിട്ടില്ലാത്ത ഒരു അത്ഭുതമാണ് ഈ മറിയയിൽ നിന്ന് യേശു ഭൂതങ്ങളെ പുറത്താക്കിയത്. കർത്താവ് ഒത്തിരി പേരിൽ നിന്നും ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. അവരിൽ ചിലർ യേശുവിനോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട്, ചിലർ അവരുടെ ജീവിതത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ പിന്നീട് പോയിട്ടുണ്ടാകാം. എന്നാൽ ഇവിടെ ഈ മഗ്ദലക്കാരത്തി മറിയ പിൽക്കാലത്ത് യേശുവിനെ അനുഗമിച്ച, പിന്തുടർന്ന സ്ത്രീകളിൽ ഒരാളായി നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നു. കർത്താവ് സൗഖ്യം നൽകുന്നത്, യേശു വിടുവിക്കുന്നത്, ബന്ധനങ്ങളെ അഴിക്കുന്നത്, പൈശാചിക നുകങ്ങളെ തകർത്ത് സ്വതന്ത്രമാക്കുന്നത് പിന്നെ നമുക്ക് ബോധിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടിയല്ല, നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ വേണ്ടിയല്ല. ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നത് അവൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ലെന്ന് നമുക്കറിയാം. പാരമ്പര്യമായി ക്രൈസ്തവ മാതാപിതാക്കളുടെ കുഞ്ഞായി ജനിച്ചതുകൊണ്ട് ബൈബിളിന്റെ ഭാഷയിൽ അവര് ക്രിസ്ത്യാനിയാകുന്നില്ല. ഒരുപക്ഷെ രാജ്യത്തിന്റെ നെയിം ലിസ്റ്റിലൊക്കെ ക്രിസ്ത്യൻ എന്ന് എഴുതിയാലും ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ കർത്താവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നത് യേശുവിനെ അവന്റെ കർത്താവായി, രക്ഷിതാവായി സ്വീകരിക്കുമ്പോഴാണ്. അങ്ങനെ യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുമ്പോൾ അവൻ യേശുവിനോട് ഇങ്ങനെ ഉടമ്പടി ചെയ്യുകയാണ്: ഇനിമേൽ എൻ്റെ വാക്കുകൾ, എൻ്റെ ജീവിതം, എൻ്റെ പ്രവൃത്തി സകലതും യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലായിരിക്കും. ജീസസ് വിൽ ബി മൈ ലോർഡ് അൻറ്റിൽ ദ ലാസ്റ്റ് ബ്രത്ത് ഓഫ് മൈ ലൈഫ്. ഈ തീരുമാനമാണ് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുമ്പോൾ ഒരുവൻ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, യേശുവിനെ കർത്താവ് എന്ന് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം, എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കണം. എന്തിനാ കർത്താവ് എന്നോട് ഇരിക്കാൻ പറഞ്ഞേ? എന്തിനാ കർത്താവ് എന്നോട് എഴുന്നേക്കാൻ പറഞ്ഞേ? എന്തിനാ കർത്താവ് എന്നോട് നടക്കാൻ പറഞ്ഞേ? ഇതൊന്നും തിരിച്ചു ചോദിക്കാൻ അനുവാദമില്ല. കർത്തൃത്വം എന്ന് പറയുന്നത് എന്റെ മേലുള്ള പരമാധികാരം ഞാൻ ഒരുവന് വിട്ടുകൊടുക്കുന്നതിനാണ്. അപ്പോൾ യേശുവിനെ ഞാൻ എൻ്റെ കർത്താവ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മേലുള്ള എൻ്റെ ചിന്തകളുടെ, എൻ്റെ വാക്കുകളുടെ, എൻ്റെ ജീവിതത്തിന്റെ, അങ്ങനെ എൻ്റെ സമസ്ത അധികാരം ഞാൻ യേശുവിന് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീയിൽ നിന്ന് യേശു ഭൂതങ്ങളെ പുറത്തായി കഴിഞ്ഞപ്പോൾ അവൾ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതുവരെ അവളെ നിയന്ത്രിച്ചിരുന്നത്, അവളെ അടക്കി ഭരിച്ചിരുന്നത്, അവളിൽ ആവസിച്ചിരുന്നത്, അവളുടെ ചിന്തകളെ നിയന്ത്രിച്ചിരുന്നത് ഇരുളിന്റെ ശക്തികളായിരുന്നു. പക്ഷേ യേശുവിന്റെ മുന്നിൽ അവയ്ക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. അവ വിട്ടുമാറി, അവൾ സ്വതന്ത്രയായി. ആ നിമിഷം മുതൽ അവൾ ഒരു പുതിയ സൃഷ്ടി പോലെയായി തീരുകയാണ്. യേശുവിനെ അനുഗമിക്കുന്നതിനായി അവളുടെ ജീവിതം മാറ്റിവെക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കും
നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ വിടുതലുകളും അനുഗ്രഹങ്ങളും നന്മയും അഭിവൃദ്ധിയും ഒരു നിമിഷം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും കർത്താവിനെ നമുക്ക് തള്ളിപ്പറയാൻ പറ്റത്തില്ല, ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഐ മീൻ ഈ പെറ്റ് അല്ലെങ്കിൽ വളർത്തു ജീവികൾ, മലയാളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തായി ഓമനകൾ എന്ന പേര് അതിന് കൊടുക്കുന്നുണ്ട്. പെറ്റെന്നുള്ള ഇംഗ്ലീഷിനെ അതുപോലെ മലയാളമാക്കി ഓമനകൾ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചയോ പട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെറ്റ്, നമ്മൾ അതിന് ദിവസവും ആഹാരം കൊടുക്കുകയും അതിനെ കരുതുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് അതിന്റെ യജമാനനോട് അതിയായ സ്നേഹം, നന്ദി, വാത്സല്യം അത് കാണിക്കുന്നത്, പ്രകടമാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ നമ്മെപ്പോലെ ബുദ്ധി വികസിച്ചിട്ടില്ലാത്ത, നമുക്കുള്ളതുപോലെ ആത്മാവില്ലാത്ത ഈ ജീവികൾ അതിന്റെ യജമാനനോട് ഇത്രയധികം സ്നേഹവും നന്ദിയും പ്രകടമാക്കുന്നെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ജീവൻ തന്ന, ജീവനെ പരിപാലിക്കുന്ന, അനർത്ഥങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന, ദിനേന ആവശ്യമായതൊക്കെയും നൽകിത്തരുന്ന, അതിലെല്ലാം ഉപരി തന്റെ ഏകജാതനായ പുത്രനെ തന്ന് സ്നേഹിച്ച, നിത്യരക്ഷ, നിത്യജീവൻ നമുക്ക് ദാനമായി തന്ന, പരിശുദ്ധാത്മാവിനെ ദാനമായി തന്ന ദൈവത്തെ നാം എത്രയധികം സ്നേഹിക്കണം. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം പല വിധത്തിൽ പ്രകടമായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ അവര് ആ സ്നേഹം പല വിധത്തിലാണ് പ്രകടിപ്പിക്കുന്നത്. ചില വേളകളിൽ ചില കുസൃതി കാണിച്ചായിരിക്കും പ്രകടിപ്പിക്കുന്നത്, അത് കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട്. ചിലപ്പോൾ നമ്മളെ അടിച്ചൊക്കെ ആയിരിക്കും അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. പക്ഷെ സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടമാകും. നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ അത് പ്രകടമാകും. ദൈവത്തെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നാം സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ആരുടെയും പ്രേരണ കൂടാതെ നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും എൻ്റെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം എന്തെങ്കിലും ഞാൻ ചെയ്യാനായിട്ട് ബാക്കിയുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ദൈവവചനം ഓരോ തവണ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിതാവായ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കും. ഞാൻ ഓരോ ദിവസവും എൻ്റെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ സ്നേഹം യുവിധത്തിലാണ് നമ്മൾ പ്രകടമാക്കുന്നത്. എൻ്റെ പിതാവായ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ അത് വിട്ടുകളയുകയില്ല. അത് സുവിശേഷം അറിയിക്കുന്നതാകാം, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാകാം, വേറൊരാളെ പ്രബോധിപ്പിക്കുന്നതാകാം, ആശ്വസിപ്പിക്കുന്നതാകാം, ദൈവവേലയ്ക്ക് വേണ്ടി പണം ചെലവിടുന്നതാകാം, സമയം ചെലവിടുന്നതാകാം, ആരോഗ്യം ചെലവിടുന്നതാകാം. അങ്ങനെ എന്തും ദൈവത്തോടുള്ള സ്നേഹം നമുക്കുള്ളപ്പോൾ നാം അത് ഏതു വിധത്തിൽ പ്രകടമാക്കാൻ അവസരം ലഭിക്കുമോ അതെല്ലാം ഉപയോഗിക്കും. ഹല്ലേലൂയ. ദൈവസഭയിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹം നാം പ്രകടമാക്കുകയാണ്. നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ കരുതുന്നതിലൂടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ, അവരെ കൈത്താങ്ങുന്നതിലൂടെ, അവരെ ആശ്വസിപ്പിക്കുന്നതിലൂടെ, ദൈവസഭയിൽ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നതിലൂടെ, ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും അതിന്റെ വർധനവിന് വേണ്ടിയും ഒക്കെ വിവിധ നിലകളിൽ പ്രവർത്തിക്കുകയും നമ്മുടെ കഴിവുകളും താലന്തുകളും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നാം ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും നന്ദിയും പ്രകടമാക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ മഗ്ദലക്കാരത്തി മറിയയുടെ സ്നേഹം അനുപമമാണ്. ഒരുപക്ഷെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യമായി കാണുന്നത് ഈ മഗ്ദലക്കാരത്തി മറിയയാണ്. യേശുവിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു, അപ്പോസ്തലന്മാരുണ്ടായിരുന്നു, മറ്റു പല സഹോദരിമാരും സ്ത്രീകളും യേശുവിന്റെ ഈ ഭൂമിയിൽ ജനിക്കാൻ അമ്മയായ ഉദരം നൽകിയ മറിയ ഉൾപ്പെടെ ഈ യേശുവിനെ അനുഗമിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെയെല്ലാം മറികടന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റ യേശു പ്രത്യക്ഷപ്പെട്ടത് ഈ മഗ്ദലക്കാരത്തി മറിയയാണ്. ആ മറിയയെ പ്രത്യക്ഷനായ യേശു തന്നെ മറിയയ്ക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോ യേശു അവളെ ഒരുപക്ഷെ മുൻപ് വിളിച്ചിരുന്ന അതേ സ്വരത്തിലായിരിക്കാം. നമ്മൾ ചിലരെ വിളിക്കുന്നതിന് ഒരു താളം ഉണ്ടായിരിക്കുമല്ലോ, അതിന് കോണ്ടെക്സ്റ്റുവലി ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോ അതേ താളത്തിലായിരിക്കാം യേശു അവളെ പേർ പറഞ്ഞു വിളിക്കുന്നു, മറിയയെ. ആ വിളി കേട്ടപ്പോ അതുവരെ യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഇത് യേശുവാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന മറിയ അവളുടെ പേർ വിളിക്കുന്ന നിമിഷം, എന്നെ വിളിക്കുന്ന ഇത് യേശുവാണ്
എന്ന്, തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് യേശുവാണ് എന്നവൾ തിരിച്ചറിയുന്ന, അവളുടെ കണ്ണുകൾ പ്രകാശിതമായ യേശുവിനെ തിരിച്ചറിയുന്ന നിമിഷമാണ് നമ്മളിവിടെ വായിക്കുന്ന ഈ ഭാഗത്തെ ക്രിസ്തുവിന്റെ അഭിസംബോധനയും അവളുടെ പ്രതികരണവും. നമുക്ക് നോക്കാം. ഈ 20-ാം അധ്യായത്തിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ കാണുന്നത് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. ആമേൻ. നമ്മൾ മറ്റു സുവിശേഷങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ ഈ മറിയ മാത്രമല്ല, മർക്കോസ് സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ മറിയ മാത്രമല്ല, ആമേൻ, മറ്റ് ചില സ്ത്രീകളും യേശുവിന്റെ കല്ലറയ്ക്കൽ പോകുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആമേൻ. അപ്പോ ഇവിടെ മറിയയ്ക്ക് യേശു ആദ്യമായി പ്രത്യക്ഷനായത് മറിയയ്ക്കാണ് എന്നത് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു വിവരണമാണ് യോഹന്നാൻ സുവിശേഷകൻ നൽകിത്തരുന്നത്. നമുക്കറിയാം, സുവിശേഷകന്മാർ പലരും വിവരണങ്ങൾ പല നിലകളിലാണ് എഴുതിയിരിക്കുന്നത്. അത് ആ സംഭവങ്ങൾ അവരെ കോൺട്രാഡിക്റ്ററി അല്ല, അത് വൈരുദ്ധ്യമല്ല, പിന്നെയോ അത് ഓരോരുത്തരും അവർ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ അവർ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വിഷയം കൈമാറാൻ ആവശ്യമായ രേഖകളാണ് അവര് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മർക്കോസ് 16-ാം അധ്യായത്തിൽ നമ്മൾ കാണാം, ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും, അപ്പൊ ഈ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്ന മഗ്ദലക്കാരത്തി മറിയയും അവിടെ ഉണ്ട്, യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. അപ്പോ ഇവിടെ മർക്കോസ് എഴുതുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചപ്പോൾ എന്ന് എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇരുട്ടുള്ളപ്പോൾ തന്നെ എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. രണ്ടും ശരിയാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഗതസമന തോട്ടം, ഇന്ന് ആംഗ്ലിക്കൻ ചർച്ചിന്റെ കീഴിലാണ് ആ ഇപ്പോഴത്തെ കല്ലറത്തോട്ടം എന്ന് പറയുന്ന പ്രദേശം ഉള്ളത്. അവിടെ ആയിരിക്കണം യേശുവിന്റെ കല്ലറ എന്ന് പൊതുവെ വിശ്വസിക്കുന്നു. കാരണം ബൈബിളിലെ രേഖകളൊക്കെ ഏകദേശം ഒത്തുവരുന്നത് ആ ഭാഗത്താണ്. അപ്പോ അത് ഒരു മലയുടെ ചരിവിലാണ്. ഈ കല്ലറ ഉണ്ടാക്കിയിരിക്കുന്നത് പാറയിലാണ്. ഒരു മലയുടെ അടിഭാഗത്തായി ഒരു ഗുഹ കുത്തി ഉണ്ടാക്കിയാണ് ഈ കല്ലറ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ സൂര്യൻ ഉദിച്ചാലും ആ പ്രകാശകിരണങ്ങൾ ഈ താഴ്വരയിൽ എത്തുകയില്ല. അത് സൂര്യൻ ഈ മലയ്ക്ക് മുകളിൽ എത്തുന്നത് വരെ. അപ്പോ ഇത് രണ്ടുപേരുടെയും വിവരണം ശരിയാണ്. സൂര്യൻ ഉദിച്ചപ്പോൾ ഇവർ പുറപ്പെട്ടു എന്ന് മർക്കോസ് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ഇരുട്ടുള്ളപ്പോൾ തന്നെ എന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. കാരണം കല്ലറ ആ സമയത്ത് വ്യക്തമായി അവർക്ക് ആ സൂര്യപ്രകാശം അകത്തേക്ക് കടക്കുന്ന രീതിയിൽ കാണാൻ പറ്റത്തില്ല. കാരണം ഷാഡോ ഉള്ളത് കൊണ്ട് കല്ലറയുടെ പുറം ഭാഗം അവർക്ക് കാണാം. അകത്ത് കല്ലറയുടെ കവാടം മാറിയിരുന്നാലും അകത്ത് വെളിച്ചം കിടക്കാത്തതുകൊണ്ട് അകത്ത് എന്താണെന്ന് കാണാൻ പറ്റത്തില്ല. ഈ സ്ഥിതിയിലാണ് ഇരുട്ടുള്ളപ്പോൾ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രണ്ട് വിവരണവും ശരിയാണ്. നോക്കൂ, അപ്പോൾ മഗ്ദലക്കാരത്തി മറിയ മാത്രമല്ല, വേറെയും ശലോമയും നമ്മൾ കണ്ടതുപോലെ യാക്കോബിന്റെ അമ്മ മറിയ ഉൾപ്പെടെയാണ് ഈ കല്ലറയിലേക്ക് വരുന്നത്. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവിടെ ചെന്നപ്പോഴേക്കും പിന്നെ മർക്കോസ് പറയുന്ന പോലെ തന്നെ കാണുന്നു, കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. അവൾ ഓടി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മറ്റ് സ്ത്രീകളും ഒരുമിച്ചാണ് ഓടിച്ചെന്ന് ശിഷ്യന്മാരോട് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ യോഹന്നാൻ ഈ മഗ്ദലക്കാരത്തെ മറിയയെ ഫോക്കസ് ചെയ്ത് വിവരണം നൽകുകയാണ്. ആദ്യമായി യേശു അവൾക്ക് പ്രത്യക്ഷപ്പെട്ടത് എന്നതുകൊണ്ട് ഇവർ ചെന്ന്, ഈ സഹോദരിമാർ ചെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ ശിഷ്യന്മാർ യേശുവിന്റെ കല്ലറയിലേക്ക് വരികയാണ്. വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഗ്ദലക്കാരത്തി മറിയ വീണ്ടും അവിടേക്ക് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇവരോടൊപ്പം ചെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവരോടൊപ്പം വരികയാണ്. ശീമോൻ പത്രോസും മറ്റേ ശിഷ്യനും വന്നു. നമുക്ക് അവിടെ ഞാൻ വിശദീകരിച്ച് വായിക്കുന്നില്ല. അവരിരുവരും വന്ന് കല്ലറയ്ക്കൽ എത്തി. അവരെത്തിയപ്പോഴേക്കും വെളിച്ചം ഒക്കെ അകത്തേക്ക് കടക്കുന്ന സമയമായി. അവര് കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. നമുക്ക് ആ ഭാഗം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 10-ാമത്തെ വാക്യത്തിൽ അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പക്ഷേ 11-ാമത്തെ വാക്യത്തിൽ എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞും കൊണ്ട് നിന്നു. ഹല്ലേലൂയ. നോക്കൂ, ആദ്യം അവളോടൊപ്പം വന്ന സഹോദരിമാർ വന്നിട്ട് അവളോടൊപ്പം ഓടിച്ചെന്ന് ശിഷ്യന്മാരോട് കാര്യം പറഞ്ഞു. എന്നിട്ട് അവരെ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് തിരിച്ചു വരികയാണ്.
വീണ്ടും ശിഷ്യന്മാർ വന്ന്, പത്രോസും യോഹന്നാനാണ് കൂടെയുള്ള മറ്റേ ശിഷ്യൻ എന്ന് പറയുന്നത്, വന്ന് കല്ലറയിൽ നോക്കി അവിടെ ശീലകൾ കിടക്കുന്നത് കണ്ടു. അവർക്കിനി ഇവിടെ ഒന്നും ചെയ്യാനില്ല. എന്താ ചെയ്യാനാ? യേശുവിന്റെ ശരീരം കാണാനില്ല. അവര് യേശു ഉയർത്തെഴുന്നേൽക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഉയർത്തെഴുന്നേറ്റതാണ് എന്നൊന്നും ആ സമയത്ത് ചിന്തിക്കാനുള്ള ഒരു മനോസ്ഥിതി അവർക്ക് ഉണ്ടായിരുന്നില്ല. അവര് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ തന്നെയും അവർ പേടിച്ചാണ് വാതിലടച്ച്, യഹൂദന്മാര് ഇനി വൈകാതെ യേശുവിനെ പിടിച്ച് ക്രൂശിച്ച ഇവര് തങ്ങളെയും, യേശുവിന് ശിഷ്യന്മാരായതുകൊണ്ട് തങ്ങളെയും പിടിച്ചുപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഈ ശിഷ്യന്മാർ പേടിച്ച് വീടിനകത്ത് വാതിലടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ഈ ഓടി വന്നത് തന്നെ ഒരു റിസ്ക് എടുത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് തിരിച്ചുപോയി വീടിനകത്ത് കയറി ഒളിച്ചിരിക്കുക എന്നുള്ള ആഗ്രഹത്തോടെ അവര് തിരിച്ചുപോയി. പക്ഷേ മഗ്ദലക്കാരത്തി മറിയ, അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്താണ് അവളെ പിടിച്ചു നിർത്തിയ ഘടകം? മറ്റുള്ളവർക്കുള്ളതിനേക്കാൾ ഒരു കടന്ന സ്നേഹം യേശുവിനോട് അവൾക്കുണ്ടായിരുന്നതാണ് അവൾ അവിടെ തുടരാനായിട്ട് കാരണം അവൾ എന്തുകൊണ്ടാ ഇത്രയും അധികം സ്നേഹിച്ചത്? യേശു ഒരിക്കൽ പറഞ്ഞു, അധികം മോചിച്ചു കിട്ടിയവൾ അധികം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അവളുടെ ജീവിതത്തിൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത വിടുതലാണ്, അത്ഭുതമാണ് യേശു അവൾക്ക് വേണ്ടി ചെയ്തത്. ആ യേശുവിന്റെ സാന്നിധ്യത്തെ അവൾ അത്രമേൽ കൊതിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത്രമേൽ കർത്താവിനോട് അവൾക്ക് ഹൃദയംഗമായി നന്ദിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശുവിനെ അത്രമേൽ ആഴമായി അവൾ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം നിമിത്തമാണ് അവൾക്ക് അവിടെ വിട്ടുപോകാൻ കഴിയാതിരിക്കുന്നത്. ആമേൻ. അവൾ അവിടെ നിൽക്കുമ്പോഴേക്കും ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആമേൻ. അവള് ഈ ശിഷ്യന്മാർ നോക്കി ശീലകൾ മാത്രം കിടക്കുന്നത് കണ്ടു, യേശുവിന്റെ ശരീരം കണ്ടില്ല. അവർ തിരിച്ചുപോയി. അവൾ വീണ്ടും ഒന്നുകൂടെ നോക്കുകയാണ്. ഇനി അവർ കണ്ടതിന്റെ കുഴപ്പം വല്ലതുമാണോ? യേശുവിന്റെ ശരീരം അവരുടെയും മാറിയെങ്ങാനും ഇരിപ്പുണ്ടോ? കുറച്ചുകൂടെ വെളിച്ചം വന്നപ്പോഴേക്കും കുറച്ചുകൂടെ വെളിച്ചത്തിൽ അവള് നോക്കുകയാണ്. എന്നാൽ മറ്റാരും കാണാത്തൊരു കാഴ്ച അവള് കാണുന്നു. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. നോക്കൂ, സാധാരണഗതിയിൽ ഇങ്ങനെ 2 ദൂതന്മാർ കല്ലറയിൽ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു സ്ത്രീ പേടിക്കാനാണ് സാധ്യത, ഭയപ്പെടാനാണ് സാധ്യത. പക്ഷേ യേശുവിനോടുള്ള സ്നേഹം അവളിലെ ഭയത്തെ ഉന്മൂലനം ചെയ്തു. വചനം പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി മരിക്കാൻ പോലും ചിലർ തയ്യാറായതിന്റെ കാരണം യേശുവിനോടുള്ള നിസ്തുലമായ സ്നേഹമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവനേക്കാൾ അധികം നാം യേശുവിനെ സ്നേഹിക്കുമ്പോൾ മറ്റൊന്നും നമ്മെ കർത്താവിനെ സേവിക്കുന്നതിൽ നിന്ന്, യേശുവിനെ ഉയർത്തുന്നതിൽ നിന്ന്, കർത്താവിനെ സാക്ഷിക്കുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കുകയില്ല. അവൾ പറയുക, എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് നോക്കി. സ്തോത്രം. അവൾ യേശു നിൽക്കുന്നത് കണ്ടു, പക്ഷെ യേശു ആണെന്ന് അവള് അറിഞ്ഞില്ല. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ ഇത് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്ന ഒരു കാര്യമാണ്. മത്തായി സുവിശേഷവും എഫേസ്യ ലേഖനവും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ, അതുപോലെ പത്രോസ് ലേഖനത്തിലൊക്കെ കാണുന്ന ഭാഗങ്ങൾ നമ്മളത് ചേർത്ത് പഠിച്ചാൽ ഇതിനിടയിൽ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ആത്മാവ്, അവൻ ആത്മാവിൽ അവൻ ചെന്നു എന്ന് പത്രോസ് നമുക്ക് രേഖ നൽകിയിരിക്കുന്നു. ആത്മാവിൽ യേശു പാതാളത്തിന്റെ മുകൾ തട്ടിലേക്ക് ചെല്ലുകയാണ്. അതിൽ അബ്രഹാം പിതാവിന്റെ മടിയെന്ന് വിശേഷിപ്പിച്ചിരുന്ന പാതാളത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് യേശു ചെല്ലുകയാണ്. അവിടെ ആദാമിന്റെ കാലം മുതലുള്ള സകല പഴയ നിയമ വിശുദ്ധന്മാരും അവിടെ വിശ്രമിക്കുകയാണ്. കാരണം അവരൊക്കെ വിശ്വാസത്താൽ യാഗമർപ്പിച്ചു. എന്നാൽ പഴയ നിയമത്തിലെ യാഗങ്ങൾക്കൊന്നും അവരുടെ പാപത്തിന് സമ്പൂർണമായ പരിഹാരം വരുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ വിശ്വാസത്തോടെ നിഴലായ യാഗമർപ്പിച്ച് ആ രക്ഷാ സമ്പൂർത്തിയുടെ സമയത്തിന് വേണ്ടി അവർ ഈ പാതാളത്തിന്റെ മുകൾ തട്ടായ അബ്രഹാം പിതാവിന്റെ മടിയെന്നറിയപ്പെടുന്ന പർദീസയിൽ വെയിറ്റ് ചെയ്യുകയാണ്. യേശു ആത്മാവിൽ അവിടേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് ഒരു വലിയ പ്രഖ്യാപനം, ഒരു വിളംബരം, 3 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം
യേശു അവിടെ നടത്തുകയാണ്. ആ പ്രസംഗം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ജീവകാലത്ത് നിങ്ങൾ വിശ്വാസത്തോടെ യാഗമർപ്പിച്ചു, അതിനകത്ത് പഴയ നിയമ പ്രവാചകന്മാരുണ്ടാകും, മോശയെ പോലുള്ളവരും, അങ്ങനെ പലരും ഉണ്ടാകും. ആമേൻ. അവരോടൊക്കെ പറയുകയാണ്, നിങ്ങൾ ആത്മാവിൽ പ്രവചിച്ചത്, എന്റെ പിതാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതൊക്കെ ഇപ്പോൾ നിവൃത്തിയായിരിക്കുകയാണ്. വിശ്വാസത്തോടെ നിങ്ങൾ യാഗമർപ്പിച്ചത് ഇപ്പോൾ ഞാൻ യാഗമായി തീർന്ന് ആ യാഗത്തിന് സമ്പൂർത്തി വരുത്തിയിരിക്കുകയാണ്. പരമയാഗമായി ഞാൻ എന്നെ തന്നെ അർപ്പിച്ചിരിക്കുകയാണ്. ഇതിലൂടെ നിങ്ങളുടെ പാപത്തിന് എന്നേക്കുമായി പരിഹാരം വന്നിരിക്കുന്നു. എന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന സകലരുടെയും പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ഇനി നിങ്ങൾ ഇവിടെയല്ല പാർക്കുവാൻ പോകുന്നത്. ഇനി സ്വർഗീയ പർദീസയിലേക്ക്, തേജസ്കരണത്തിന്റെ സമയം വരെ നിങ്ങൾ അവിടേക്ക് എന്നോടൊപ്പം വരുവാനായിട്ട് പോവുകയാണ്. ഈ പ്രസംഗം ദീർഘമായ പ്രസംഗം കർത്താവ് നടത്തിയിട്ട് 3-ാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പുറത്തേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം ആ സമയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവന്റെ ഉയർപ്പിന്റെ ശേഷം വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് കല്ലറകളെ വിട്ട് നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി എന്ന് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പൊ യേശു പുറത്തേക്ക് വന്നിട്ട് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. 17-ാമത്തെ വാക്യത്തിൽ ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോ യേശു ഈ പഴയ നിയമ വിശുദ്ധന്മാരോടൊപ്പം, മറ്റൊരു വിധത്തിൽ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, തൻ്റെ അതേ സമയത്ത് ക്രൂശിൽ മരിച്ച നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് കിടന്ന ആ കള്ളൻ, അവൻ ഉൾപ്പെടെ, അവനോട് യേശു പറഞ്ഞല്ലോ, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞല്ലോ, അവൻ ഉൾപ്പെടെയുള്ളവരുമായി, അവന്റെ ആത്മാവ് ഉൾപ്പെടെയുള്ളവരുമായി യേശു പുറത്തേക്ക്, അല്ലെങ്കിൽ പാതാള പറുദീസയുടെ പുറത്തേക്ക് വരികയാണ്. വരുമ്പോഴാണ് ഇവിടെ ഒരു സഹോദരി എന്ത് ചെയ്യുകയാണ്, ശിഷ്യന്മാരൊക്കെ തിരിച്ചു പോയിട്ടും പോകാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് തന്നോടുള്ള സ്നേഹം നിമിത്തം. കർത്താവ് പിതാവിന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നതിന് മുൻപ് അവളുടെ ഈ കണ്ണുനീരിന്റെ മുന്നിൽ, അവളുടെ സ്നേഹത്തിന്റെ മുന്നിൽ, കർത്താവിനോടുള്ള നന്ദി നിറഞ്ഞ ഹൃദയത്തിന്റെ മുൻപിൽ യേശുവിന് അവളെ വിസ്മരിച്ചു പോകാനായിട്ട് കഴിഞ്ഞില്ല. കർത്താവ് അവിടെ നിൽക്കുകയാണ്, അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ രംഗമാണ് ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഓർപ്പിക്കട്ടെ, അപ്പോ കർത്താവ് പിതാവിന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്ന ആ വേളയിൽ യേശുവിനെ പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണമുള്ള ആഴമായ സ്നേഹം അവളുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഹല്ലേലൂയ. അത്രമേൽ നിഷ്കളങ്കമായി തന്നോട് തന്നെ വിടുവിച്ച, തന്നെ രക്ഷിച്ച, തന്നെ ബന്ധനത്തിൽ നിന്ന് വിമോചിപ്പിച്ച യേശുവിനോടുള്ള സ്നേഹത്താൽ അവൾ നിറയുകയാണ്. ഹല്ലേലൂയ. കർത്താവിന് മനസ്സിലായി, ഇവളോട് എന്നെ കണ്ടില്ലെങ്കിൽ ഇവളിവിടെ നിന്ന് പോകത്തില്ലെന്ന് യേശുവിന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. എന്നെ കാണാതെ ഇവളെ ഇവിടെ നിന്ന് പോകത്തില്ലെന്ന് യേശുവിന് മനസ്സിലായി. ഹല്ലേലൂയ. ചില വേളകളിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മളും പറയാറുണ്ട്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയാറുണ്ട്. യാക്കോബ് യാബോക്കിന്റെ കരയിൽ വെച്ച് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് മൽപ്പിടുത്തം നടത്തിയതുപോലെ നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ നിരന്തരമായി ആവർത്തിച്ച് വീണ്ടും വീണ്ടും ഉപവാസത്തോടെയൊക്കെ നമ്മൾ ദൈവസ്ഥലിൽ സമയം ചെലവിട്ട് പറയുമ്പോൾ നാം ഇത് തന്നെയാണ് പറയുന്നത്, വിടുവിച്ചല്ലാതെ, ഉത്തരം തന്നല്ലാതെ, മറുപടി കിട്ടിയല്ലാതെ, അത്ഭുതം ദൈവം ചെയ്തിട്ടല്ലാതെ ഞാന് നിന്നെ വിടുകയില്ല. ഈ രംഗം, ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയില്ല. ദൈവത്തിന് മുൻപാകെ മടുത്തു പോകാതെ കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യത്തിൽ, കർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനും പറ്റത്തുള്ളൂ ഞാൻ കരുതുന്നത്. ഹല്ലേലൂയ. സ്നേഹത്തിന്റെ ആധിക്യത്തിൽ നിന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് നമ്മെ മറികടന്നു പോകാനായിട്ട് കഴിയത്തില്ല. വചനം പറയുന്നു, ഹല്ലേലൂയ, നമ്മുടെ കണ്ണുനീർ അവൻ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം, അത് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന കർത്താവ്. ഹല്ലേലൂയ. കരയുന്നവരോടുകൂടെ അവൻ കരയുന്നവൻ എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു എന്ന് സങ്കീർത്തനത്തിൽ നാം കാണുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് കണ്ണുനീരിനെ മറികടക്കാത്തവനെന്ന് നമ്മൾ പറയാറുണ്ട്. അതെ, കർത്താവിനെ പിടിച്ചു നിർത്തുന്നത് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലും ഹൃദയംഗമായ കൃതജ്ഞതയുടെ അടിസ്ഥാനത്തിലുമുള്ള നന്ദിയോടെയുള്ള ആരാധന കർത്താവിനെ, തന്റെ സാന്നിധ്യത്തെ നമ്മുടെ നടുവിൽ വെളിപ്പെടുത്തുവാനായിട്ട് പ്രേരിപ്പിക്കും. ഹല്ലേലൂയ.
ദൈവം അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സ്നേഹിക്കുന്നവരെ കർത്താവ് മറിയേ എന്ന് വിളിച്ചതുപോലെ പേർ ചൊല്ലി കർത്താവ് വിളിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഓർപ്പിക്കട്ടെ, ആമേൻ, ഈ ആ, ലോകം നമുക്ക് ശാശ്വതമല്ല. നാം ഒരു ദിവസം ഇവിടം വിട്ടുപോയേ പറ്റത്തുള്ളൂ. കർത്താവ് നമുക്ക് മുമ്പായി ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് നമ്മെയും താൻ ഇരിക്കുന്ന ഇടത്ത് തന്നോടുകൂടെ ഇരുത്തുവാനായിട്ട്, ആമേൻ, സ്തോത്രം, ആമേൻ, നമുക്ക് ഭവനമൊരുക്കുവാൻ കർത്താവ് പോകുന്നു എന്ന് വാഗ്ദത്തം ചെയ്തിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മെ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, തന്നോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇന്ന് നാം ആത്മാവിൽ ആ പദവി അനുഭവിക്കുന്നു. ആക്ഷരികമായി കർത്താവിനോട് കൂടെ നാം ഇരിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം, ആഗ്രഹം അതായിരിക്കണം, പ്രത്യാശ അതായിരിക്കണം. അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കുവാനായിട്ട് ആമേൻ കർത്താവ് ഇന്ന് പകൽക്കാലം ആമേൻ നമ്മോട് കൃപ ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അന്ന് തന്റെ ദൂതന്മാരുടെ മുമ്പിൽ വെച്ച് കർത്താവ് നമ്മുടെ പേർ വിളിക്കും. ഹല്ലേലൂയ. ഭക്തന്മാർ അത് അറിഞ്ഞിട്ടാണ് പാടിയത്. പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഹല്ലേലൂയ. സ്തോത്രം. When the roll is called up yonder, I'll be there. ഞാൻ എന്റെ പേരും അവിടെ ഉണ്ടായിരിക്കും. ദൂതന്മാരുടെ മുമ്പിൽ വെച്ച് കർത്താവ് നമ്മുടെ പേര് വിളിച്ചു പറയണമെങ്കിൽ കർത്താവ് നമ്മെ ചൊല്ലി അഭിമാനമുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന് അപമാനം വരുത്തുന്നത്, കർത്താവിന് വേദനയുണ്ടാക്കുന്നത്, യേശുവിനെ ദുഃഖിപ്പിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധാലുക്കളായിരിക്കാം. പകരം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തികൾ നമ്മിൽ നിന്ന് ഓരോ ദിവസവും ഉണ്ടാകട്ടെ. ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമാകട്ടെ, ബലമാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമുക്കും കർത്താവിന്റെ സ്വരം ശ്രദ്ധിക്കാം. പേർ ചൊല്ലി വിളിക്കുന്ന കർത്താവിന്റെ ശബ്ദത്തിന് മുൻപാകെ നമ്മെ സമർപ്പിക്കാം.